ഏതും അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും നമുക്ക് വണ്ടിക്കകത്ത് ഈ വണ്ടി തരുന്നൊരു വിശ്വാസമുണ്ട്. അപ്രോച്ചിലോട്ട് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. മില്യൺസ് ഓഫ് യൂണിറ്റ്സ് 3 ജനറേഷൻസ് മേജർ അപ്ഗ്രേഡ്സ് വന്ന ഒരു വെഹിക്കിളാണ് ഇന്നോവ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഇത്രയും ജനപ്രിയമാകുമെന്ന് ഒരുപക്ഷെ ടൊയോട്ട പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഇന്ന് കാണുന്നത് ഇന്നോവ ക്രിസ്റ്റയുടെ ഒരു യൂസർ റിവ്യൂ ആണ്. ഇതിനു മുമ്പ് 8 years ആൻഡ് 3 lakhs+ കിലോമീറ്റേഴ്സ് ഇന്നോവ യൂസ് ചെയ്തതാണ്. ഈ ക്രിസ്റ്റ 2 വർഷം കൊണ്ട് 1 lakh കിലോമീറ്റേഴ്സ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. പർച്ചേസ് പ്രോസസ്സും യൂസർ റിവ്യൂവും എല്ലാം നോക്കാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വെലോസിറ്റി. ഏകദേശം 2014 2014 എനിക്കൊരു ഇന്നോവ ഉണ്ടായിരുന്നു. പുതിയെടുത്ത ഇന്നോവയാണ്. അത് ഏകദേശം 3,80,000 കിലോമീറ്ററോളം ഞാൻ 8 വർഷം ഉപയോഗിച്ചു. 8 വർഷം കൊണ്ട് ഞാൻ ഓടിയത്. അതിനുശേഷം ഒരു അപ്ഗ്രേഡ് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ പിന്നെ ടൊയോട്ടയോടുള്ള ഒരു ഇഷ്ടം, ഒരു പാഷൻ. ഫസ്റ്റ് ടൊയോട്ട വെഹിക്കിൾ ആയിരുന്നോ? അതെ. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് മാരുതിയുടെ ബ്രാൻഡാണ്. ഒരു അൾട്ടോ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം സ്വിഫ്റ്റിലോട്ട് ഡീസൽ വണ്ടിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. അത് ഏകദേശം ഒരു 1,40,000 കിലോമീറ്റർ ഓടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത്. അതിനുശേഷമാണ് 2014 ഞാൻ ഇന്നോവയാണ് പിന്നെ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ഇതിലേക്ക് വന്നത് അല്ലേ? അപ്പൊ ഇന്നോവ അന്നത്തെ കാലത്ത് എന്താ പറയാ, ലോഞ്ച് ചെയ്തിട്ട് ഓൾറെഡി ഒരു 5-6 years ആയി. അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താ? എന്തുകൊണ്ട് ഇന്നോവ എടുത്തു? ഇന്നോവ എടുക്കാനുള്ളൊരു കാര്യം പേടിയായിരുന്നു ശരിക്കും. ആദ്യം ആ വണ്ടിയുടെ പ്രൈസിങ്, അന്നത്തെ കാലത്ത് എൻ്റെ ഒരു വരുമാനം വെച്ചിട്ട് എനിക്ക് ഇന്നോവ പറ്റുമോ എന്നൊരു ചിന്തയാണ്. പക്ഷേ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു. ഞാനിപ്പം അന്ന് തന്നെ 1,40,000 കിലോമീറ്ററിൽ ഞാൻ മറ്റേ സ്വിഫ്റ്റ് യൂസ് ചെയ്തപ്പോൾ പ്രശ്നം വെച്ചാൽ ബാക്ക് പെയിൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് യാത്രകൾ കംഫർട്ട് അല്ലാന്ന് തോന്നുന്നില്ല, ക്ഷീണം. ഒരു ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വീണ്ടും അത്ര ഒരു 300 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കംഫർട്ട് വേണം കൂടുതൽ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സേഫായിട്ട് യാത്ര ചെയ്യുക. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യങ്ങൾ 15 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു, ബേസ് മോഡലായിരുന്നു. അങ്ങനെയാണ് ഞാൻ വണ്ടി അന്ന് പർച്ചേസ് ചെയ്തത്. പക്ഷേ അന്ന് ഞാൻ മുറിവ് പിടിച്ച മൂല്യങ്ങളെല്ലാം എനിക്ക് അതിനകത്ത് കിട്ടിയെന്നുള്ളതാണ് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. 2023 വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വാഹനത്തിൽ നിന്നും ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്തത്? എന്താ പറയാ, വിശ്വാസമാണ്. ഈ വണ്ടി തരുന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. അതായത് ബ്രാൻഡിലുള്ള വിശ്വാസം. പിന്നെ ഞാൻ 10 വർഷങ്ങളോളം ടൊയോട്ട തന്നെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ 10 വർഷമായി ഞാൻ ടൊയോട്ട ഉപയോഗിക്കുന്നത്. ആ ബ്രാൻഡ് നൽകുന്ന വിശ്വാസം, വണ്ടി നൽകുന്നൊരു വിശ്വാസം. ഇപ്പോൾ രാജസ്ഥാൻ ആണെങ്കിലും എവിടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാവിലെ എഴുന്നേറ്റ് നമ്മളിത് കയറി നമ്മളവിടെ എത്തിക്കും എന്നുള്ള വിശ്വാസം. വഴിയിൽ ഈ വണ്ടി കിടത്തില്ല എന്നുള്ള മനസ്സിൽ അതിയായ വിശ്വാസം. ആ വിശ്വാസമാണ്. പിന്നെ എന്താ പറയണ, കംഫർട്ട്, ഏറ്റവും കൂടുതൽ കംഫർട്ട് വരുന്ന വണ്ടിന്ന് ഞാൻ പറയുന്നത്. എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കംഫർട്ട് ഒരു ഫാക്ടറാണ്, ബ്രാൻഡ് ഒരു ഫാക്ടറാണ്. പിന്നെ പക്ഷെ ഇതിലുപരി എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ആരോഗ്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ യാത്രകളാണ്. ഞാൻ ഒരു ദിവസം 50,000 കിലോമീറ്റർ തൊട്ട് 60,000 കിലോമീറ്റർ ഒരു വർഷം ഞാൻ യാത്ര ചെയ്യുന്നു. അപ്പം എനിക്ക് ഒരു ദിവസം യാത്ര ചെയ്ത് വന്ന് പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കണം. അതൊരു ക്ഷീണത്തോടെ ആവരുത്, ഒരു വളരെ ഫ്രഷായിട്ട് പോകാൻ സാധിക്കണം എന്നൊരു തോന്നലുണ്ട്. അത് തന്നെയാണ് ഇതിലോട്ട് വരാനുള്ള ഏറ്റവും വലിയ സാഹചര്യം. പിന്നെ കംഫർട്ടായിട്ടൊന്നും ഇരിക്കാനുള്ളത്. പിന്നെ നമുക്ക് പിന്നെ പറയണേ, ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മളൊരു റോഡ് പ്രസൻസ് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഒരു പ്രൈഡ് അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഉറപ്പായിട്ടും തരുന്നുണ്ട്. നമ്മൾ ഏതൊരു വണ്ടിയാണെങ്കിലും അതിനെപ്പറ്റി എങ്ങനെയാ മനസ്സിലാകുന്നത്? ഇപ്പൊ ക്രിസ്റ്റ ഉണ്ട്, ഹൈക്രോസ് ഉണ്ട് അല്ലേ? ഇത് രണ്ടും തമ്മിലൊരു കമ്പാരിസണും അല്ലെങ്കിൽ ഈ വണ്ടികളിൽ എത്താനുള്ള ഒരു കാരണം എന്താ? ശരിക്കും ഒരു വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മളിത് മനസ്സിലോട്ട് ഇങ്ങനെ ഒരു വണ്ടി വേണം എന്നൊരു ആഗ്രഹം വരുമ്പോഴേ എന്താ ഇപ്പോൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറില്ല എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക, പിന്നെ എന്ന് വെച്ചാൽ മാഗസിൻസ് നോക്കുക, പിന്നെ യൂസേഴ്സ്, നമ്മൾ അറിയുന്ന ആൾക്കാർ, യൂസ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അതിപ്പോൾ 10,000 50,000 ഒക്കെ ഓടിയ വണ്ടികളുടെ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ റോഡിലൊക്കെ കാണുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ നിർത്തി സംസാരിക്കാറുണ്ട്, എങ്ങനെയുണ്ട് വണ്ടി എന്ന് നമ്മൾ ചോദിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഇത്ര ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു വണ്ടി എടുക്കണമല്ലേ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചോളം വലിയൊരു എമൗണ്ട് തന്നെ, 25 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. മനസ്സിപ്പോഴും അങ്ങനെ അതാണ്. അപ്പോൾ അത് കാരണം ശ്രദ്ധിക്കും, നമ്മൾ വണ്ടികളെ ശ്രദ്ധിക്കുന്നു, ആ യൂസേഴ്സിനെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നു, റിവ്യൂസ് എടുക്കുന്നു, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെയാണ്. അത്
പേഴ്സണലി ചോദിച്ച് സ്നേഹത്തോടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ്. ഇതും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഹൈക്രോസിലോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, വേണ്ട അത് എടുക്കണ്ട, ഇത് ക്രിസ്ത്യയിലോട്ട് പോയിക്കോളൂ, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം റെക്കമെൻഡ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പം അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടാണ്, പിന്നെ ഒന്നും നോക്കിയില്ല, അതിലോട്ട് വരുമായിരുന്നു. അപ്പം ഇതൊക്കെ തന്നെ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് ഞാൻ അതിലോട്ട് എത്തിയത്. എൻ്റെ ഒരു ഓവറോൾ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? എത്ര സാറ്റിസ്ഫൈഡ് ആണ്? 100% സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. 1 to 10 ആണെങ്കിൽ 10 മാർക്സും കൊടുക്കും. 10 തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. കൊടുക്കുക. അപ്പോൾ ആ പോസിറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ? ഹൈലൈറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള ഹൈലൈറ്റ്സ് ആണ് പറയാനുള്ളത്. ഞാൻ കംഫർട്ടാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ വേറെന്താ പറയുക, 14ഓളം മൈലേജ് എനിക്ക് വണ്ടി തരുന്നുണ്ട്. 14 കിട്ടുന്നുണ്ട് 7 സീറ്റർ. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾ രണ്ടുപേരാണ് യാത്ര ചെയ്യാറുള്ളൂ. അതാണോ അറിയില്ല, അധികം വെയിറ്റ് വരുന്നില്ല. എന്നാലും നല്ല റോഡുകൾ കാരണം 14 ഉറപ്പായിട്ട് എനിക്ക് 14 മൈലേജ് കിട്ടുന്നുണ്ട്. എക്കോ മോഡൽ ഇടുന്നു, മറ്റേ സ്പോർട്സ് മോഡ് ഉപയോഗിക്കാറില്ല. എക്കോ മോഡൽ തീർച്ചയായിട്ടും എനിക്ക് 14 മൈലേജ് കിട്ടാറുണ്ട്. എക്കണോമിയാണ് കാരണം തീർച്ചയായിട്ടും എനിക്ക്. പിന്നെ കംഫർട്ട്, ഇത് രണ്ടുമാണ്. പിന്നെ സർവീസ്, പിന്നെ ടൊയോട്ട തരുന്ന ഒരു സർവീസ് സപ്പോർട്ട് കാര്യങ്ങൾ, പിന്നെ റീസെയിൽ വാല്യൂ തീർച്ചയായിട്ടും. എൻ്റെ കഴിഞ്ഞ വണ്ടി ഞാൻ ഇതുപോലെ 350 ഓടിച്ച വണ്ടിക്ക് എനിക്ക് നല്ലൊരു എമൗണ്ട് റീസെയിൽ കിട്ടി. അത് കാരണം എക്കണോമി 8 വർഷം ഉപയോഗിച്ചിട്ട്. അപ്പം അതെല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ടോട്ടലി വണ്ടി, ഒരു ടൊയോട്ട വണ്ടി വീണ്ടും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ശരിക്കും വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ്. ഇതിൽ എന്തെങ്കിലും നമ്മൾ പോരായിക എന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും മിസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ? ഇപ്പോഴത്തെ പുതിയ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ മറ്റേ ബാക്കിയുള്ള സിസ്റ്റംസും ഫീച്ചേഴ്സ് കാര്യങ്ങൾ കുറവായിരിക്കും, വളരെ വളരെ കുറവാണ്. ബേസിക് ഫീച്ചേഴ്സ് കുറവാണ്. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള നമ്മുടെ കുട്ടികളാണെങ്കിലും വരുമ്പം അവർക്ക് ആവശ്യമുള്ള നീഡ്സ് ഇതിനകത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സൗണ്ട് സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിൽ ഏതും അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും നമുക്ക് വണ്ടിക്കകത്തില്ല. കാരണം ആ ഒരു പ്രോബ്ലം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ബിസിനസ് യാത്രകളാണ് എൻ്റെ കൂടുതൽ, ഫാമിലി ആയിട്ട് യാത്രകൾ കുറവാണ്. അപ്പം അത് കാരണം അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നാറില്ല. ബിസിനസ്സിൽ ഞാൻ യാത്രകൾ, എൻ്റെ ഡെയിലി യാത്രകളിൽ ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പർച്ചേസ് ആണെങ്കിൽ ഏത് വണ്ടിയായിരിക്കും? ആലോചിക്കണം തീർച്ചയായിട്ടും. എന്നാ വെച്ചാൽ അങ്ങനെ ഒരു ഡ്രീം വെഹിക്കിൾ എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രായത്തിലുണ്ടാണ്. ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കാം. ആ പ്രായത്തിൽ നമ്മുടെ മൈൻഡ് എനിക്കറിയില്ല. എപ്പോഴും കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സേഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറില്ല, എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എത്ര എയർ ബാഗ് ഉണ്ടെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കംഫർട്ട് മാത്രം. അപ്പം നെക്സ്റ്റ് ഒരു ടൊയോട്ട ബ്രാൻഡിലേക്ക് തന്നെ ആയിരിക്കുമോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക? തീർച്ചയായിട്ടും ഒരു ടൊയോട്ടയിലോട്ട് തന്നെ പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അവരുടെ പുതിയ നല്ല വണ്ടികൾ വരട്ടെ. അപ്പം നെക്സ്റ്റ് ഒരു പർച്ചേസ് ആണെങ്കിൽ ടൊയോട്ട വെഹിക്കിൾ തന്നെ ആയിരിക്കും പ്രയോറിറ്റി ഉണ്ടാവുക? തീർച്ചയായിട്ടും ടൊയോട്ട തന്നെ നോക്കണമെന്നാണ് ആഗ്രഹം. വേറെ പോകാൻ താല്പര്യമില്ല. ശരിക്കും ടൊയോട്ട തന്നെ പ്ലാൻ ചെയ്യണം. വീണ്ടും നല്ല വണ്ടികൾ വരട്ടെ അവരുടെ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഓക്കെ. പിന്നെ ഈ ട്രാൻസ്മിഷൻ ഇപ്പോഴും എല്ലാവരും ഓട്ടോമാറ്റിക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, അങ്ങനെ പിന്നെ താല്പര്യമുണ്ടോ ഓട്ടോമാറ്റിക്കിനോട്? ഈ ഇടയ്ക്ക് ഞാൻ ഒരു EV വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞിടയ്ക്ക്. അപ്പം ഈ 10-25 ദിവസമേ ഉള്ളൂ EV വന്നിട്ട്. അത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓട്ടോമാറ്റിക്കിന്റെ ആ ഒരു സുഖം മനസ്സിലായത്. നമ്മളൊരു ലെഫ്റ്റ് കാലും ഒരു കൈയും ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പം നല്ലതാന്ന് തോന്നുന്നു, കൊള്ളാം. ഇന്നത്തെ ഡ്രൈവിങ്ങിൽ, ഇന്നത്തെ സിറ്റി ഡ്രൈവ് ആണെങ്കിലും നമുക്ക് ശരിക്കും ഒരു ഓട്ടോമാറ്റിക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം കാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു മാസമായിട്ട് ഉപയോഗിച്ചതിൻ്റെ വെളിച്ചത്തിൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇപ്പോഴും ഇന്നോവ അല്ലെങ്കിൽ ക്രിസ്റ്റ ഒരു ഫാമിലി കാറാണ്. കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കംഫർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ്. അതോടൊപ്പം തന്നെ ആ ബ്രാൻഡ് തന്നിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഇന്ത്യൻ കസ്റ്റമേഴ്സിനിടയിൽ. ഇതേപോലെയുള്ള യൂസർ റിവ്യൂസ് ഇനിയും വരും. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വെഹിക്കിൾസ് ഫീച്ചർ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിങ്.